ചേട്ടാ, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ധാരാളം ക്രൈമുകൾ നമുക്ക് ചുറ്റും ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിയമസഭയിലടക്കം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ കൊച്ചിയിൽ നിന്ന് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. 9ാം ക്ലാസ്സുകാരൻ സഹോദരിയായ 6ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചു. ലഹരി ഉപയോഗിച്ചാണ് ഇയാൾ ഇത് ചെയ്തത്. കൂടാതെ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണ്. ഇയാൾ ലഹരി മരുന്ന് സംഘത്തിലെ ക്യാരിയറാണ്. ഈ ലഹരി മരുന്നുകൾ വിൽക്കാൻ കാർട്ടലുകൾ അല്ലെങ്കിൽ ഈ ലഹരി മരുന്ന് മാഫിയ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളെയാണ്. 2024 ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോഴെന്തായാലും പാലാരിവട്ടം പോലീസ് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങളിലേക്ക് പോകും? ഇത്തരമൊരു വാർത്തയൊക്കെ പറയേണ്ടി വരിക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള. മുൻപ് കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. മുൻപ് ഇത്തരത്തിലുള്ള കേസുകൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ, അത് റിപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സമൂഹം ഇവരൊന്നും ഒരു പണിയില്ലേ, നമ്മളെയും കൂടെ വെറുപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന രീതിയിൽ ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഇതുപോലെ സമാനമായ സംഭവം ലഹരി ഉപയോഗം പക്ഷേ കാരണമായിരുന്നില്ല. അത് ലഹരി ഉപയോഗിച്ച് തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്ത വേറൊരു കേസുണ്ട് മുൻപ്. അതായത് ഒരാൾ ഉച്ച സമയത്ത് ഇതുപോലെ ലഹരി ഉപയോഗിച്ചിട്ട് സുഹൃത്തിനൊപ്പം ഇരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച്, അതാണ് ആ കേസിൻ്റെ പ്രത്യേകത. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഈ സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്തു. സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്ത ശേഷം ഇവർ ഇതിൽ ഒരാൾക്കൊരു സഹോദരിയുണ്ട്. ഈ ആൾ വീട്ടിൽ പോയി, ഉച്ച സമയമാണ്. അപ്പം ഇവരുടെ വീടെന്ന് പറയുന്നത് നല്ല അത്യാവശ്യം സാമ്പത്തികമുള്ള വീടാണ്. അച്ഛനും അമ്മയ്ക്കും നല്ല ജോലിയുണ്ട്. രണ്ടുപേരും സ്ഥലത്തില്ല. കുട്ടി മാത്രമേ അവിടെയുള്ളൂ. ഇത്തിരി കൂടെ ഏജുള്ള കുട്ടിയാണ്. ഇത് കുഞ്ഞു കുട്ടിയാണ്, 6ാം ക്ലാസ്സിലുള്ള കുട്ടിയാണ്. അതായത് ഇത്തിരി 10ാം ക്ലാസ്സിലൊക്കെ എത്തിയൊരു കുട്ടി. അപ്പോൾ ഈ പയ്യൻ അവിടുന്ന് ഈ ലഹരിയും ഉപയോഗിച്ച് കയറിപ്പോയി ഈ കുട്ടിയെ ഉപദ്രവിച്ചു. ഈ കുട്ടിയെ ഉപദ്രവിച്ച് പിറ്റേ ദിവസം ഇവന് മാനസാന്തരം സംഭവിച്ച് ഇവൻ ഇത് വന്ന് ഇവനൊപ്പം ലഹരി ഉപയോഗിച്ച ആളോട് ഇത് ഷെയർ ചെയ്തു. ഈ ഷെയർ ചെയ്തപ്പോൾ അവൻ ലഹരിക്ക് അടിമയാണെങ്കിലും അവന് കുറച്ചുകൂടി സ്വബോധം എന്ന് പറയുന്ന അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള ശേഷിയുള്ള ഒരുത്തനായിരുന്നു. അവനിത് പറഞ്ഞു കൊടുത്തു. അതായത് ഇവൻ്റെ അമ്മയും അച്ഛനെയും ഇവൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ഈ ഇളയ മകളെ ഇനി അവിടെ തനിച്ചാക്കിയിട്ട് പോകരുത്, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം അവൻ വിളിച്ച് പറഞ്ഞു. അത് പ്രകാരമാണ് പിന്നീട് ആ കേസ് പല രീതിയിൽ വളർന്ന്, ആദ്യമൊക്കെ ആ വീട്ടിൽ മറച്ചു വെച്ചെങ്കിലും അത് പിന്നീട് പുറത്തു വന്നു. അത് പിന്നെ വലിയ പ്രശ്നമായി. പിന്നെ അയാൾ അതിൻ്റെ ഇടയ്ക്ക് എന്തോ വിഷമെന്തോ പോയിസണൊക്കെ ഉപയോഗിച്ച് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. കേസെടുത്തു. പിന്നെ അതിൻ്റെ കോടതിയിലെ അവസ്ഥ എന്താണെന്ന് പിന്നീട് നമുക്കറിയില്ല. ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇരയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഇരയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ പറയാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട കേസാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഇരയെ കാണിക്കാൻ പാടില്ല, ഇരയുടെ സ്ഥലം പറയാൻ പാടില്ല, ഇരയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, പ്രതിയെക്കുറിച്ചും പറയാൻ പറ്റില്ല. പ്രതിയെക്കുറിച്ച് പറഞ്ഞാൽ പ്രതി ഇരയുടെ സഹോദരനായതുകൊണ്ട് തന്നെ ഇര ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും. പ്രതിയെക്കുറിച്ച്, പ്രതിയുടെ സ്ഥലം, എന്തിന് കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് പോലും പറയാൻ പറ്റാത്ത കേസുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പുതിയ ജനറേഷനിലുള്ള ആളുകൾക്ക് ഇത്തരം കേസുകൾ പെട്ടെന്ന് കേട്ടതാവും. നമ്മൾ കുറേ വർഷം ഇതിനകത്ത് നിന്നതുകൊണ്ട് ധാരാളം ഇത്തരത്തിലുള്ള കേസുകൾ, അമ്മയെ ഉപദ്രവിച്ച മക്കളുണ്ട്, അതുവരെ അത്തരം കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ നാട്ടിൽ. നിലവിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇത് പാലാരിവട്ടത്താണ്, പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പം നഗരത്തിലെ ഒരു സ്കൂളുകളുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് SPC, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംവിധാനം പോലീസ് യൂസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ഈ SPCയിലെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ അറിയിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് രഹസ്യമായി നടക്കുന്ന ഒരു ഏർപ്പാടാണ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികളെ ഇവർ തേടി പോകുന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് പറയാതിരുന്നത്. അപ്പം പോലീസ് അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ SPCയിലെ കുട്ടികളെ. അപ്പോൾ അവർ വഴി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്ത് വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ നേരത്തെ വാർത്തയാക്കി ആയിട്ടുള്ള സംഭവമാണ്. ഇത് പരസ്യമായി DGP തന്നെ ഇപ്പം ചിലർ പറയും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ DGP തന്നെ കുട്ടികൾ മാത്രമല്ല, അത് അധ്യാപകരോട് പറയുന്ന കുട്ടികളുണ്ട്, അവർ SPCയോ NCCയോ ഒന്നല്ല. അതെ അല്ല, DGP തന്നെ പറഞ്ഞിട്ടുണ്ട്. SPC കേഡറ്റ്സിനോട് പരസ്യമായി DGP തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകളിൽ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ
ആ സ്ഥലത്തെ ക്രമസമാധാന ചുമതല നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുള്ളതിനാൽ നിങ്ങൾ അവരെ കൈവയ്ക്കുകയോ കൈയാങ്കളി ചെയ്യുകയല്ല വേണ്ടുന്നത്. മറിച്ച് എന്ത് ചെയ്യണം? ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ നിങ്ങളത് ബന്ധപ്പെട്ടവരെ അറിയിക്കണം. അത് ഉത്തരവാദിത്തം. അതിലൂടെയാണ് ഒരു പോലീസ് ജനിക്കുന്നത് എന്ന് നേരത്തെ ഇരുന്ന ഒരു പോലീസ് മേധാവി ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്, ബെഹ്റയ്ക്ക് മുമ്പേ ഉള്ള ഒരാൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഇക്കാര്യത്തിൽ ഉള്ളത് കൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള വിവരങ്ങൾ സ്കൂളുകളിൽ നിന്ന് ധാരാളം പുറത്തു വന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന 14 വയസ്സുകാരൻ, അവൻ 9ാം ക്ലാസ്സിലെ പരീക്ഷ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ഇതിൻ്റെ ഏജൻ്റ് ആണെന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ 1.5 മാസത്തിലധികമായി ഈ കുട്ടിയെ പോലീസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന 9ാം ക്ലാസ്സുകാരനെ, 14 വയസ്സുകാരനെ ഓരോ ദിനചര്യ അവൻ ആരോടൊക്കെ സഹകരിക്കുന്നുണ്ട്, ആരോടൊക്കെ മിണ്ടുന്നുണ്ട്, അവൻ്റെ കൂട്ടാളികൾ ആരൊക്കെ, ഏതൊക്കെ സ്കൂളുകളിൽ ഇവൻ ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇതാണ് പോലീസ് വ്യാപകമായി അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ കലൂർ മെട്രോ സ്റ്റേഷൻ്റെ ഏരിയയാണ്. കലൂർ മെട്രോ സ്റ്റേഷൻ, അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ പുറകുഭാഗം, ഇവിടെയൊക്കെയാണ് ഇവൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. ഈ സ്റ്റേഡിയത്തെ ഒരു റൗണ്ട് വലം വെച്ച് വരുമ്പോൾ തന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം പുറത്തു പോകുന്നുണ്ട്. ഇതാണ് അവിടെ നിന്നും ഉള്ള ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ പിന്നെ പോലീസ് ഇവനെ ഇങ്ങനെ മഫ്തിയിൽ പോലീസ് ഇവനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവനെ പിടിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസ് അതായത് ഇവനെ മാത്രം പിടിച്ചിട്ട് കാര്യമല്ല, ഇവനെ എന്ത് ചെയ്യാൻ പറ്റും? ജുവനൈൽ ബോർഡിൽ ഹാജരാക്കാനേ പറ്റുകയുള്ളൂ. ഇവനെതിരെ കേസെടുക്കാം, ജുവനൈൽ ബോർഡിൽ ഹാജരാക്കാം, ഇവനെ കുറേ നാൾ ഒബ്സർവേഷൻ ഹോമിൽ കൊണ്ടിടാം, വേണേൽ ഡി അഡിക്ഷനും കൗൺസിലിംഗ് കൊടുക്കാമെന്നല്ലാതെ പ്രത്യേകിച്ചൊരു കാര്യമല്ല. ഇവനിത് എവിടെ നിന്ന് കിട്ടും? ഇവൻ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമല്ലല്ലോ, വീട്ടിൽ ഇവൻ ഇത് ഉണ്ടാക്കിയെടുക്കില്ല. അപ്പോൾ പോലീസിന് വേണ്ടുന്നത് ഇവനെ കാരിയറായിട്ട് ഉപയോഗിക്കുന്ന ആരാണ്, അതിനുവേണ്ടി ഇവനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് കൊച്ചി സിറ്റി ഷാഡോ ഇവനെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ കേസ് പൊങ്ങി വരുന്നത്. ഈ കേസ് പൊങ്ങി വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഈ ഡിസംബർ മാസത്തിൽ ക്രിസ്മസിന് മുമ്പാണ് ഉപദ്രവിക്കപ്പെട്ട ശേഷം ഈ സംഭവത്തിന് ശേഷം ഈ കുട്ടിക്ക് ശരീരത്തിൽ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. കുട്ടിയുടെ ക്ലാസ്സിലുള്ള സുഹൃത്തായിട്ടുള്ള പെൺകുട്ടിയോട് ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരിത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കുട്ടി ഒരു വല്ലാത്ത ട്രോമയിലാണ്. ഈ പെൺകുട്ടി ഒരു വല്ലാത്തൊരു ട്രോമ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ എഫ്ഐആർ ഇട്ടിട്ട് തന്നെ കുറച്ച് ദിവസമായി, ഇപ്പോഴാണ് ഇത് പുറത്തു വന്നേ ഉള്ളൂ. കുറച്ച് ദിവസം മുമ്പാണ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നാണ് പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് ദിവസമായി ഇത് ചെയ്തിട്ട്. ആ കുട്ടി ഇപ്പം കൗൺസിലിങ്ങിൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ കൺട്രോളിലാണുള്ളത്. സൈക്കോളജിസ്റ്റിൻ്റെ കൗൺസിലിംഗ് ഈ കുട്ടിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി വല്ലാത്തൊരു ട്രോമയിൽ പെട്ടുപോയിരിക്കുകയാണ്. 6ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 12 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടി. അപ്പോൾ ഇതിൻ്റെ സുഹൃത്തിനോട് ഇത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് കാലമായിട്ട് ഇതിങ്ങനെ നീണ്ടുപോയി. ഈ കുട്ടി, അതായത് സുഹൃത്തായിട്ടുള്ള പെൺകുട്ടിയുടെ അമ്മയോട് ഈ കാര്യം ഷെയർ ചെയ്തു. അമ്മ വഴി ഈ വിവരം സ്കൂളിലേക്ക്, പ്രധാന അധ്യാപകരിലേക്ക് ഈ വിഷയം എത്തി. അതും ഈ അമ്മ അതേ സ്കൂളിലെ ഒരു അധ്യാപിക, ആ അമ്മയുടെ സുഹൃത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഒരു ടീച്ചർ, ആ ടീച്ചറെ വിളിച്ച് പേഴ്സണലായിട്ട് വളരെ സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ട് തന്നെ, ഈ കുട്ടിയുടെ സ്വകാര്യത അടക്കം സൂക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിവരം ഈ അധ്യാപികയെ അറിയിച്ചു. അധ്യാപിക ഇത് പ്രധാനപ്പെട്ട ആ സ്കൂളിൻ്റെ ചാർജിലുള്ള അധ്യാപകരെ അറിയിച്ചു. അവരിൽ നിന്നും ഈ വിവരം കൗൺസിലർമാർക്ക് പോയി. ഈ കുട്ടിക്ക് സ്കൂൾ തന്നെ ആദ്യം കൗൺസിലിംഗ് ഏർപ്പെടുത്തി. ഈ കുട്ടി നേരത്തെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണെന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാകുമ്പോഴും പിന്നെ നമ്മുടെ അധ്യാപകരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ ശ്രദ്ധിക്കുന്ന അധ്യാപകരാണെങ്കിൽ നമ്മൾ ഇവരെ ഐഡന്റിഫൈ ചെയ്യും. നമുക്ക് പെട്ടെന്ന് എല്ലാ ദിവസവും കാണുന്ന ഒരു കുട്ടിക്ക് സ്വഭാവ മാറ്റങ്ങൾ അധ്യാപകർക്ക് കൃത്യമായി കിട്ടും. അതെ, സ്വഭാവ മാറ്റം നമുക്ക് പെട്ടെന്ന് ഇവരെ പിടിക്കാൻ പറ്റുമോ, നമുക്ക് ഇവരെ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന അതെ, അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അറിയാം. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുക കടമ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അധ്യാപിക ഈ കൂട്ടുകാരിയുടെ അമ്മ സംസാരിച്ച അധ്യാപിക ഇത് നേരത്തെ തന്നെ ഈ കുട്ടിയുടെ സ്വഭാവത്തിലുള്ള മാറ്റം ശ്രദ്ധിച്ചിരുന്നു. അവരിത് അധ്യാപകരെ അറിയിച്ചു. സ്കൂൾ കൗൺസിലിംഗ് ഏർപ്പെടുത്തി ഈ കുട്ടിക്ക്. അതായത് കുട്ടിയുടെ മനോനില, കുട്ടിക്ക് എന്തോ ഒരു വിഷമം ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു കൗൺസിലിംഗ് അവിടെ നടന്നിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലെയും കൗൺസിലിംഗ് ആ രീതിയിലാണ്. കുട്ടിക്ക് എന്ത് വിഷമമുണ്ട് എന്നുള്ളത് കൗൺസിലർ ചുമ്മാ ചോദിച്ചറിയും. കാഷ്വൽ ടോക്ക്, കൂടെ ഇരുന്ന് സംസാരിക്കുക, വെറുതെ ഒരു സുഹൃത്തിനെ പോലെ. ആ കുട്ടി സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ഒരാളോടെങ്കിലും ഇത് പറയണം എന്നുള്ള ഇതുകൊണ്ടാണ് ആ കുട്ടിയുടെ സുഹൃത്തിനോട് പറഞ്ഞത്. ആ സുഹൃത്തിൻ്റെ അതേ റോള് ഈ പറയുന്ന കൗൺസിലർ ഏറ്റെടുക്കുകയാണെങ്കിൽ കൗൺസിലറോട് ഈ കുട്ടി പറയും. അങ്ങനെ കൗൺസിൽ ചെയ്തപ്പോൾ ഈ സംഭവം പുറത്തു വന്നപ്പോൾ സ്കൂളിലെ
കൗൺസിലർ സ്കൂളിന് റിപ്പോർട്ട് കൊടുത്തു, ഇന്ന കാര്യങ്ങളാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത്. കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇത് എഴുതാൻ പറ്റില്ല അവർക്ക്. കുട്ടി പറയുന്ന കാര്യങ്ങൾ കുട്ടിയുടെ മുമ്പിൽ രേഖപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഒരു മൊഴി എടുക്കുന്ന രീതിയിൽ ഇരുന്ന് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടി പിന്നെ പറയില്ല. ഈ കാര്യം പറഞ്ഞു വന്ന കാര്യം അവിടെ നിൽക്കും. ഒന്നിൽ അത് ബ്രേക്ക് ആവും, അല്ലെ കുട്ടി പിന്നെ കള്ളത്തരം പറഞ്ഞു തുടങ്ങും. ഇങ്ങനെ സംഭവത്തിന്, അതായത് ഇതെന്തോ സീരിയസ് ആയി തനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഭയം കുട്ടിക്കുണ്ടാവും. അപ്പോൾ കുട്ടി ഇനി എന്ത് ചെയ്യും? ഈ ഒരു സാധനത്തെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അത് വഴിതിരിച്ച്, ഒന്നുകിൽ അത് വഴിതിരിച്ചു വിടും, അല്ലെങ്കിൽ കുട്ടി കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഇതിൽ നിന്ന് പിന്നെ ചോദിക്കാൻ പറ്റില്ല, സ്കിപ്പ് ആവും. കരഞ്ഞാൽ പിന്നെ കൗൺസിലർക്ക് സംസാരിക്കാൻ അനുവാദമില്ല. പിന്നെ കരഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിയെ കരയിച്ചു കഴിഞ്ഞാൽ കൗൺസിലർക്ക് പിന്നെ കുട്ടിയെ കരയിക്കാതെ വിഷയം കുട്ടിയുടെ മനസ്സിൽ ഉള്ളിലുള്ളത് ചോദിച്ചറിയുക. അതെ, കുട്ടിയുടെ മനസ്സിന്റെ ഡോറ്, വാതിൽ തുറന്ന് അതിനുള്ളിൽ ഉള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു കൗൺസിലറുടെ ചുമതല. അതിൽ കുട്ടിയെ വേദനിപ്പിക്കാനും പാടില്ല. കുട്ടിക്ക് ഹാർഡായിട്ടുള്ള ഈ പറയുന്ന സംഭവം, ഈ പറയുന്ന കുട്ടിക്ക് മനസ്സിൽ ഭാരമായി കിടക്കുന്ന വസ്തുവിനെ ഒരു കൗൺസിലർ കാന്തം പോലെ പിടിച്ചെടുക്കുകയാണ്. കാന്തം പോലെ പിടിച്ചെടുത്ത് ആ ഒരു മേഖല മൊത്തത്തിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കൗൺസിലറുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് പൂർണ്ണമായും ഇപ്പോൾ കുട്ടി ഇത് സമ്മതിച്ചു. കുട്ടി ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. കൗൺസിലർ സ്കൂളിനെ അറിയിച്ചു. സ്കൂളിനെ അറിയിക്കുമ്പോൾ സ്കൂളിൻ്റെ അടുത്ത പരിപാടി എന്താണ്? ഒന്ന് പോലീസിനെ റിപ്പോർട്ട് ചെയ്യുക, പിന്നെ CWCയെ അറിയിക്കുക. ഈ 2 കാര്യങ്ങളും ആ സ്കൂൾ ചെയ്തു. അങ്ങനെയാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്കും CWCയിലേക്കും സ്കൂളിൽ നിന്ന് ഇൻറ്റിമേഷൻ പോകുന്നത്. ഇൻറ്റിമേഷൻ പോയപ്പോൾ പാലാരിവട്ടം സ്കൂളിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇത്തരം സ്കൂളുകളിൽ ഇത്തരം ഇരകളെ കാണാൻ വരുമ്പോൾ ഉദ്യോഗസ്ഥർ അവരുടെ റൂള് പ്രകാരം യൂണിഫോം ധരിക്കില്ല. യൂണിഫോം ധരിക്കാൻ പാടില്ല എന്നുള്ളത് പോലീസിൽ നിന്നുള്ള നിർദ്ദേശമാണ്. കുട്ടികൾക്ക് പേടി ഉണ്ടാക്കുന്ന നിർദ്ദേശമാണ്. നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ കാക്കി അണിഞ്ഞ് വരാൻ പാടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഉദ്യോഗസ്ഥർ എത്തുകയും ഈ കുട്ടിയെ വനിതാ ഉദ്യോഗസ്ഥരെത്തി നേരിൽ കാണുകയും കുട്ടി പറഞ്ഞ, കൗൺസിലർ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത ഉദ്യോഗസ്ഥർ നേരെ CWCയെ ബന്ധപ്പെട്ടു. അപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിൽ എടുത്തപ്പോഴാണ് പോലീസ് അറിയുന്നത്, കൊച്ചി സിറ്റി ഷാഡോ പാലാരിവട്ടം പോലീസിനെ അറിയിക്കുന്നത്, ഞങ്ങൾ കുറേ നാളായി നിരീക്ഷിച്ചു വരുന്ന ആളാണ് ഈ പറയുന്ന 14 വയസ്സുകാരൻ. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇയാളുടെ പിന്നാലെയാണെന്ന് ഈ പറയുന്ന കൊച്ചി സിറ്റി ഷാഡോ എന്ന് പറയുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേരിട്ടുള്ള കൺട്രോളിലാണ്. അവർക്ക് പ്രത്യേകിച്ച് ഒരു പോലീസ് സ്റ്റേഷനും ഇല്ല. അവർക്ക് പോലീസ് സ്റ്റേഷനില്ല, നേരിട്ട് കമ്മീഷണർ CP-യോടാണ്. കമ്മീഷണർ ഓഫ് പോലീസ് എന്ന് പറയുന്നത് CP-യോട് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏർപ്പാട്. അപ്പോൾ അവർ ഇവർക്ക് മറുപടി കൊടുത്തു. പലരുവട്ടം പോലീസിനെ അറിയിച്ചു, ഇത് ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന, കുറച്ചു കാലമായി ഞങ്ങൾ ഇയാളുടെ പിറകയിലാണ്. ഇയാൾ പോക്സോ കേസിൽ മാത്രമല്ല, ഇയാൾ ഈ ലഹരിയുടെ കാരിയർ കൂടിയാണ് എന്നുള്ള കാര്യം. അങ്ങനെ ഇയാളെ, ഈ പറയുന്ന കുട്ടിയെ കസ്റ്റഡിയിലെടുക്കുകയും ഈ 9ാം ക്ലാസ്സുകാരനെ കസ്റ്റഡിയിലെടുക്കുകയും അവനിൽ കൊടുത്ത കൗൺസിലിംഗ് പ്രകാരം അവനെയും ഈ പറയുന്ന ജുവനൈൽ ബോർഡിൽ ഹാജരാക്കാൻ പറ്റുകയുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പറ്റില്ല, സെല്ലിൽ പിടിച്ചിടാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവസാനം മനുഷ്യാവകാശ ലംഘനവും ബാലാവകാശ നിയമത്തിൻ്റെ ലംഘനവുമായി SI/CAയുടെ പണി പോവും. ജോലി പോകാൻ വേണ്ടി വേറെ പിന്നൊന്നും വേണ്ട. അതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോകും. അപ്പോൾ ഇവരെ പിന്നെ ജുവനൈൽ ബോർഡിൽ മുന്നിൽ ഹാജരാക്കി ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി ഇവന് കൗൺസിലിംഗ് നൽകി ഇവൻ എവിടെ നിന്നും ലഹരി ആര് കൊടുത്തു, ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്, ആർക്കൊക്കെ ഇത് കൈമാറുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഈ ചെയിൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഈ കാര്യത്തിൽ ഒരു ലക്ഷ്യം. ഈ പോലീസ് ഷാഡോയുടെ മുന്നിൽ ഇത് വരാനുള്ള കാരണം, ഓപ്പറേഷൻ ഡി ഹണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡി ഹണ്ട് നടക്കുന്നതിനിടെയാണ് ഈ കുട്ടിയെ, ഈ 14 വയസ്സുകാരനെ പോലീസ് ഷാഡോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ വരുന്ന ചെയിനിൽ ഒരാളെ കണ്ടുപിടിച്ചാൽ പിന്നെ ഇവർക്ക് പിടിച്ചു കയറി പോകാൻ പറ്റും. ചില സമയത്തൊക്കെ ഈ അന്വേഷണം ബ്രേക്ക് ആവാൻ കാര്യം എന്ന് വെച്ചാൽ വലിയ ആളുകളിലേക്ക് ചിലപ്പോൾ എത്തിപ്പെടും. വലിയ വീടുകളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്, ഏതെങ്കിലും വലിയ നേതാവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ കൊച്ചിയിലെ തന്നെ ഏതെങ്കിലും വലിയ ബിസിനസ്മാൻ്റെ വീടിൻ്റെ മുന്നിലോ ഈ അന്വേഷണം, ഗേറ്റിൻ്റെ മുന്നിൽ ഈ അന്വേഷണം ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ ആ ഗേറ്റ് തുറക്കത്തില്ല, അന്വേഷണം ഒട്ടും നീങ്ങത്തില്ല. അങ്ങനെയാണ് പല ലഹരി കേസിലും അന്വേഷണം മുന്നോട്ട് പോകാതെ മുടങ്ങി അവിടെ തന്നെ കിടക്കുന്നത്. അതായത് എവിടെ ആരംഭിച്ചോ അവിടെ തന്നെ കിടക്കുന്നത്, ആ ഒരു അവസ്ഥ ഉണ്ടാകും. ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസിന് നല്ല സമ്മർദ്ദം ഇക്കാര്യത്തിലുണ്ട്. ലഹരിയെ എങ്ങനെയും മുറിച്ചേ പറ്റും. കാരണം ഈ പറയുന്ന സംസ്ഥാനം ഭരിക്കുന്ന പിന്നെ മുഖ്യമന്ത്രി നിന്നുരുകയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടുന്ന ചർച്ചയായി മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട സ്കൂൾ കുട്ടികളുടെ വിഷയം, ലഹരിയുമായി ബന്ധപ്പെട്ട, അതും സിന്തറ്റിക് ഡ്രഗുമായി ബന്ധപ്പെട്ട വിഷയം ഇത്രത്തോളം സഭയെ കോലാഹലം ഉണ്ടാക്കിയ ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല. കാരണം നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം കോലാഹലം ഈ പറയുന്ന കുട്ടികളുടെ മയക്കുമരുന്ന് ഉപയോഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ നിയമസഭ സാക്ഷ്യം വഹിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾക്ക് സഭ പ്രക്ഷുബ്ധമാവും. സഭ ഇത്രത്തോളം പ്രക്ഷുബ്ധമാവുകയും പ്രതിപക്ഷ നേതാവ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല CM-നെ മിസ്റ്റർ CM എന്ന് വിളിക്കേണ്ടി വരും, അഭിസംബോധന ചെയ്യേണ്ടി വരുന്നതും CM അതിൽ പ്രകോപിതനാവുകയും
പ്രകോപിതനായിരിക്കുന്ന CM-നോട് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് നിങ്ങളാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി, നിങ്ങളാണ് തെറ്റുകാരൻ എന്ന് പറയേണ്ട അവസ്ഥ എത്തുകയും ഒക്കെ ചെയ്ത ഒരു കണ്ടീഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് പോലീസിന് നല്ല സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം പെട്ടെന്നൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല, കൂടുതൽ മേലോട്ട് പോകും. പിന്നെ നമ്മളിപ്പോൾ ഈ വാർത്ത കേട്ട പല പ്രേക്ഷകർക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ വാർത്തയുടെ പേരിൽ ഉണ്ടായേക്കാം. കാര്യം അവർക്കൊക്കെ ഈ പറയുന്ന പോലെ ഇത് കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ, ഇപ്പം പറയുന്ന നമുക്ക് പോലും ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. നമ്മൾ കുഞ്ഞു കുട്ടികളെ എങ്ങനെ സഹോദരനാണെങ്കിൽ പോലും സഹോദരിയെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ ലഹരി സമൂഹത്തെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതൊരു പ്രിക്കോഷനായി കരുതുക. അതെ, ഒരു മുൻകരുതൽ. നമ്മളെ ഈ കാലഘട്ടത്തിൽ ഈ കെട്ടകാലത്ത് ജീവിക്കാൻ എന്തൊക്കെ വേണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. മാത്രമല്ല ഇത് അറിഞ്ഞിരിക്കണം. ഇത്തരം കുട്ടികൾ നമുക്ക് ചുറ്റും ധാരാളം ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഒരു വീഡിയോ നമ്മുടെ ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ചു തന്നു, ഒരു കൂട്ടത്തല്ലിൻ്റെ ഒരു വീഡിയോ. ആ കൂട്ടത്തല്ലിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ നടന്നതല്ല, 2023 നടന്ന ഒരു അക്രമ സംഭവം. 2 വിദ്യാർത്ഥികളെ മാത്രം തിരഞ്ഞിട്ട് ഒരു സംഘം ആക്രമിക്കുന്ന ഒരു വീഡിയോ ആണ് വന്നത്. അതൊന്നും ഇതുവരെ വന്നിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ കഴിഞ്ഞ 2 വർഷം മുമ്പുള്ളൊരു സംഭവമാണ്. നമ്മളതിൻ്റെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി അത് വന്നിട്ടുണ്ടോ വന്നിട്ടില്ലേ, പിന്നെ ഇതിൻ്റെ എവിടെയാണ് ഇത് നടന്നതെന്നൊക്കെ ഉള്ളത് അദ്ദേഹം പറയുന്നത് തന്നെയാണോ സ്ഥലം എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. ശരി.